ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേ ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനൊക്കെ വൻ പ്രചാരവും കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ അടിച്ചങ്ങ് വിടുകയാണ്. എന്ന് വെച്ചാൽ ആയിഷ പോറ്റി കോൺഗ്രസിലെത്തിയപ്പോ പകരം CPM സൈബർ ഹാൻഡിലുകൾ ഇതാ ഇന്നയാള് വരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കാർഡുകൾ നിരന്തരം കാട്ടുതീ പോലെ പ്രചരിച്ചത് ഷാനിമോൾ ഉസ്മാൻ LDF-ലേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ്. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ ഉപ്പ മരിച്ചു. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒന്ന് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ ഒരു അവസരത്തിലാണ് ഇതിങ്ങനെ കാട്ടുതീ പോലെ പടർന്നത്. അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ആ സമയത്ത് ധാരാളം കോളുകൾ ഇത് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ പൊറുതി മുട്ടി അവർ പോലീസിനെ സമീപിച്ചു, കേസെടുക്കാൻ ആവശ്യപ്പെട്ടു, അല്ലെ? യെസ്. അപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. യെസ്, ഫൈസൽ അസീസ് ആലപ്പുഴയിൽ നിന്ന് അതിന്റെ വിശദാംശം നൽകും. ഫൈസൽ, കാര്യമായ ഒരു പ്രയാസം ഈ പ്രചാരണം ഷാനിമോൾ ഉസ്മാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ മനസ്സാ വാച കർമ്മണ അത്തരം ഒരു സംഗതിയെ ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ പ്രചാരണത്തിനെതിരെ ഏതൊക്കെ വഴികളിലൂടെ നീങ്ങാനാണ് ഷാനിമോൾ ഉസ്മാന്റെ തീരുമാനം? സൈഫു, ഏതായാലും ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോകുന്നു എന്നാണ് ഈ ചില CPM സൈബർ ഹാൻഡിലുകളിലെ പേജുകളിൽ നിന്ന് വന്ന ഒരു പ്രചരണം എന്നുള്ളത്. അത് തീർത്തും തള്ളിക്കൊണ്ട് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത്. അതിനെതിരെ കേസും നൽകിയിട്ടുണ്ട് എന്നും അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഷാനിമോളുടെ മൊഴിപ്രകാരം കമ്മ്യൂണിസ്റ്റ് കേരള, ജോൺ ബ്രിട്ടാസ് ഫാൻസ് എന്നീ പേജുകൾക്കെതിരെയാണ് ഷാനിമോൾ ഉസ്മാൻ പരാതി നൽകിയത്. ഇത് തന്നെയാണ് പോലീസിൽ അവർ നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഏതായാലും ശക്തമായി തന്നെ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം സൈബർ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷാനിമോൾ ഉസ്മാന്റെ തീരുമാനം. താൻ ഒരു തരത്തിലും അറിയാത്ത ഒരു കാര്യമാണ് ഇതെന്നാണ് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മരണം വരെ കോൺഗ്രസ് പ്രവർത്തകയായി തന്നെ തുടരുമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ആയിഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചില സൈബർ ഹാൻഡിലുകളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി ഷാനിമോൾ ഉസ്മാൻ അന്ന് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ശക്തമായ നിയമ നടപടിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷാനിമോൾ ഉസ്മാന്റെ തീരുമാനം.